ഓരോ നിമിഷവും പേടിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരി. വളരെ ധൈര്യത്തോടുകൂടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു ഭരണാധികാരിയാണ് ഓരോ മിനിറ്റിലും ഓരോ നിമിഷവും തന്നെ ആരെങ്കിലും ആക്രമിക്കുമോ, തന്നെ ആരെങ്കിലും കൊല്ലുമോ എന്ന് ഭയന്നുകൊണ്ട് ഭരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് അങ്ങനെ ഒരു ദേശത്തെ ഭരണാധികാരിയുടെ അവസ്ഥ. ഇവിടെ CPM-നെതിരെ സംസാരിക്കുന്ന, പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന, പാർട്ടി നേതാക്കൾക്ക് നേരെ സംസാരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും, അല്ലെങ്കിൽ അവരുടെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുന്ന, ഭരണത്തിന്റെ വികലതകളെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുന്ന, കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന മുഴുവൻ ആൾക്കാരെയും പേടിയാണ്. ഞാൻ എൻ്റെ ചില സൈക്കോളജിക്കൽ വീഡിയോയിൽ പറയാറുണ്ട്, ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഒന്നുകിൽ മറ്റുള്ളവരെ മുച്ചൂട് നശിപ്പിക്കും, കൊല്ലും, ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് മാറും, അതല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന്. ആ ധാരണയൊക്കെ തെറ്റാണെന്നാണ് എനിക്ക് ഈ സർക്കാരിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ഗതികേടിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക്. ആരാണോ പ്രതികരിക്കുന്നത് അവരെയൊക്കെ കള്ളക്കേസിലും അല്ലാതെയും പൂട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഏത് വൃത്തികെട്ട നാടകവും കളിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന, ഏതറ്റം വരെയും ഏത് വൃത്തികെട്ട നടപടിയും സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മന്ത്രിസഭ. ഇതൊരു കഷ്ടമാണ്. നിയമ സംവിധാനത്തെ അതിലേക്ക് മാത്രമായി ഒരുക്കി നിർത്തിയിരിക്കുന്നു. ഹിറ്റക് സാബു കഴിഞ്ഞ ദിവസം പത്രക്കാരിൽ ഒരു മഹാസമ്മേളനം നടത്തി, ഒരു വലിയ സമ്മേളനം. ഏത് നമ്മുടെ നവകേരള സദസ്സ് നടന്ന അതേ വേദിയിൽ. അത് ഈ പറഞ്ഞ ഹിറ്റക് സാബുവിന്റെ സമ്മേളനം മുടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തു. അത് കോടതി ഇടപെട്ട്, പക്ഷേ ആ പ്രോഗ്രാം അവർ അതിഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ അതിന്റെ പേരിൽ അടുത്ത കേസ് വന്നിട്ടുണ്ട്. ഇതൊന്നും തുടങ്ങിയൊന്നുമല്ല. ഹിറ്റക് സാബുവിന്റെ കിഴക്കമ്പലത്തെ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനം അവിടെ നിലവിൽ വന്ന കാലം മുതൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ പൂട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഹിറ്റക് സാബു 2014 കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നത്. അതായത് 2020 എന്ന ഒരു പ്രാദേശിക സംഘടന ഉണ്ടാക്കി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി, പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി, ഭൂരിപക്ഷം കിട്ടി. ആ പഞ്ചായത്തിന്റെ ഭരണം ഹിറ്റക് സാബുവിന്റെ കീഴിലായി. അടുത്ത 5 വർഷം കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് ഏത് വിധത്തിലാക്കാം എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തപ്പോൾ അടുത്ത 3 പഞ്ചായത്തും കൂടെ അടുത്ത ഇലക്ഷനിൽ കൂടങ്ങി പോന്നു. ഇപ്പൊ 4 പഞ്ചായത്താണ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ ആകെ 8 പഞ്ചായത്താണുള്ളത്. അതിൽ 4 പഞ്ചായത്തുകളും ഇപ്പോൾ ഹിറ്റക് സാബുവിന്റെ കൂടെയാണ്. അതായത് 2020 ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പഞ്ചായത്തുകളിലൊക്കെ നേരത്തെ വലിയ കടമായി കമ്മി ബഡ്ജറ്റിൽ പോയിക്കൊണ്ടിരുന്നതെല്ലാം ഇപ്പോൾ ലാഭമാണ്. കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രം ഏകദേശം 20 കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നു, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നു. ഇതൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഈ പണം ബാക്കിയുള്ളത്. അതായത് അഴിമതിയും ധൂർത്തും ഒഴിവാക്കി കഴിഞ്ഞാൽ നിലവിലുള്ള നികുതി സംവിധാനവും മറ്റും ഉപയോഗിച്ച് തന്നെ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ ഒരു ദേശത്തിന്റെ ഭരണം, അതിന്റെ അവസ്ഥ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഹിറ്റക് സാബു തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ബാക്കി 3 പഞ്ചായത്തും കൂടി വന്നത്. എന്നാൽ പുത്രക്കൽ നടന്ന മഹാസമ്മേളനത്തിൽ ഈ ഹിറ്റക് സാബു ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളാണ് CPM-നെ ചൊടിപ്പിച്ചത്. ഹിറ്റക് സാബു പറഞ്ഞത്, ഒരു 10 വർഷം ഭരണം 2020 ഏൽപ്പിച്ചാൽ നിലവിലുള്ള എല്ലാ കടങ്ങളും തീർത്ത്, അതായത് സംസ്ഥാനത്തിന് മിച്ച ബഡ്ജറ്റായിട്ട് ബാക്കിയുള്ള തുക ബാങ്കിൽ ഇട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന സ്ഥാനാർത്ഥിമാരുടെ പ്രകടന പത്രികകൾ നമുക്കറിയാമല്ലോ. സഖാവ് പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞാണ്, 7-8 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന്. ആ ഫയൽ അതുകൊണ്ട് 3 മാസം തീർക്കുമെന്ന്. അത് 7.5 കൊല്ലം കഴിഞ്ഞിട്ടും അതെവിടെ എത്തിയില്ല. എന്നിട്ട് പോരാഞ്ഞിട്ട് നവകേരള ധൂർത്തം നടത്തി, അതിലും കിട്ടി ലക്ഷക്കണക്കിന് പരാതികൾ, അതും എവിടെയും എത്തിയില്ല. അപ്പൊ അതൊന്നും ഫയലൊന്നുമല്ല. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും വേണ്ടി മാത്രമാണ് എന്ന്. ലേണേഴ്സ് ലൈസൻസ് പോലെയാണ്. ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ഗതാഗത നിയമങ്ങളൊന്നും പാലിക്കാനുള്ളതല്ല എന്നാണ് ഇവിടുത്തെ ഡ്രൈവർമാരുടെ വൈപ്പ് എന്നതുപോലെയാണ് ഇവിടുത്തെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ഗതി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ വന്നാൽ, കേരളത്തിൽ 2020 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നതിന്നൊക്കെ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ മറ്റു മേഖലകളിൽ, മലയോര മേഖലകളിൽ അവർ ആവശ്യപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കും. പെൻഷൻ 60 കഴിഞ്ഞവർക്ക് 5000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കും. അതുപോലെ മറ്റു മേഖലയിലെ സകല അഴിമതിയും എല്ലാം തുടച്ചു നീക്കും. മന്ത്രിസഭ, മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കും. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയും, എല്ലാം കുറയും. അതായത് ഒരു ഭരണ സംവിധാനം എങ്ങനെയാണോ നിലനിൽക്കേണ്ടത് ഇന്നത്തെ കാലത്ത്, ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ്, ഈ കാലത്തിനൊത്ത് എത്ര പേരാണോ വേണ്ടത് അത്രയും പേര് മാത്രമേ ഉണ്ടാവൂ, ആ സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതിൽ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ഓരോ മേഖലയിലും കൃത്യമായി അടിവരയിട്ട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പിന്നിൽ ആൾക്കാർ അണികൂടും. കാരണം ഇതുവരെയുള്ള ഭരണം ഇടതിന്റെയും വലതിന്റെയും ഭരണം കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്.
ഇപ്പോൾ കഴിഞ്ഞ 7.5 വർഷമായിട്ട് ജനം വളരെ ദുരിതത്തിലാണ്. ആ ദുരിതവും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ആൾ കൂടും. അങ്ങനെ ആൾ കൂടുമ്പോൾ അത് CPM-ഉമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുമായിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് എന്ന് കരുതി ഇപ്പോൾ കേസെടുത്തേക്കാം. നേരത്തെ അങ്ങനെ ഒരു കേസല്ല എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പിൽ ഒരു കേസ് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പിടിച്ചകത്തിടാൻ പറ്റും നോക്കാൻ. പക്ഷെ അങ്ങനെയുള്ളൊരു കേസ് നിലനിൽക്കില്ല എന്ന് മനഃപൂർവ്വം അറിഞ്ഞപ്പോൾ, അതായത് നേരത്തെ കൊടുത്ത കേസുകളൊക്കെ നമുക്കറിയാലോ, ഷാജിസ്കറിക്കെതിരെ കേസ് കൊടുത്തു, അതേപോലെ മാത്യു കൊഴുന്നാടനെതിരെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തു. ഇങ്ങനെ എതിർക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും മേൽ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുക, അഭിപ്രായം പറയുന്ന മുഴുവൻ ആൾക്കാരുടെ മണ്ടയിൽ കേസ് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാബു ജാക്കബിന്റെ പേരിലും ഒരു കേസ് എടുക്കട്ടെ, ഒരു ജാമ്യമില്ലാത്ത കേസ് ഇരിക്കട്ടെ എന്ന് കരുതി. പക്ഷേ നേരത്തെ കൊടുത്തിട്ടുള്ള കേസുകളൊക്കെ തിരിഞ്ഞടിക്കുന്നതാണ് കണ്ടത്. അത് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോഴും തിരിഞ്ഞടിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ CPM ഇടപെട്ടുകൊണ്ട് 2020 ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് വേണ്ട, കേസെടുക്കുമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടൊരു കലാപാഹ്വാനം വെച്ചുകൊണ്ട് ഒരു ജാമ്യമുള്ള ഒരു ചെറിയൊരു വകുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരു കേസ് തൽക്കാലം എടുത്ത് തടി ഊരിയിട്ടുണ്ട്. ഏതായാലും കിറ്റക് സാബുവിനെതിരെ കലാപാഹ്വാനം നടത്തി, അതായത് അവിടെ ഒരു സമ്മേളനം നടത്തി അതിൽ പ്രസംഗിച്ച് കേരളത്തിലെ ജനതയ്ക്ക് ഇന്ന സൗകര്യങ്ങൾ 2020 വന്നാൽ തരും, ഇതിന് ഇപ്പോഴത്തെ പിണറായി സർക്കാരിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തോട്ടു, 2020ന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് കേസെടുത്ത പിണറായി സർക്കാരും പിണറായിന്റെ പോലീസും. ഇനിയുള്ള നിങ്ങളുടെ അനുഭാവികളുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം, എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ സംസാരിക്കാം. ബാബുവിനെ കത്തിക്കും, ബാബുവിനെ കത്തിക്കും, ഒറ്റയ്ക്ക് കത്തിക്കും, ഒറ്റയ്ക്ക് കത്തിക്കും, ഒട്ടുകളിച്ചോ പരനാറി, ഒട്ടുകളിച്ചോ പരനാറി, ബാബുജേക്ക പരനാറി, ബാബുജേക്ക പരനാറി, കത്തട്ടെ 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 ബാബുജേക്ക കത്തട്ടെ, ബാബുജേക്ക കത്തട്ടെ. അതായത് ഈ പറഞ്ഞതിന് സഖാക്കൾ വിളിച്ച ഈ കൊലവിളി പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ ഇത് വീഡിയോ തെളിവായി ഇരിക്കുമ്പോൾ അത് പറഞ്ഞത് സഖാക്കളാണ് എന്നതുകൊണ്ട് കേസില്ല. അതായത് സ്വന്തം പാർട്ടി നേതാക്കളും പാർട്ടി അണികളും എന്ത് തോന്നിയാസം കാണിച്ചാലും അതിലൊന്നും കേസില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു കോളേജിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന്റെ ഉള്ളിൽ കയറി മർദ്ദിക്കുന്നത്. അവരെ പിടിച്ച് പുറത്തിറക്കി പോലീസ് വിടുകയാണ്, അവരെ പിടിച്ചു വെക്കണമെന്നില്ല. പിന്നെ വിവാദമായപ്പോഴാണ് അവരുടെ പേരിൽ കേസെടുത്തത്. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് വീഡിയോയിൽ പകർത്തി ആ വീഡിയോ തെളിവടക്കം കൊടുത്താലും ആളെ പിടിക്കൂല. അത് നമ്മൾ അരീക്കോട് കണ്ടതാണ്. അരീക്കോട് നിസാർ ബാബുവിന്റെ മൊബൈൽ ഫോണ്, അവന്റെ മൈക്ക്, ഇത് രണ്ടും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള മാല ഇട്ടിട്ടുള്ള ബാഡ്ജ് ധരിച്ചിട്ടുള്ള CPM-ന്റെ പ്രവർത്തകർ അല്ല DYF-ന്റെ പ്രവർത്തകർ അത് പിടിച്ചു പറിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് വീഡിയോ തെളിവടക്കം കൊടുത്തിട്ട് ഇതുവരെ തുമ്പുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ കൊലവിളി പച്ചയ്ക്ക് കത്തിക്കും സാബു ജാക്കബിനെ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ കേസില്ല. സാബു ജാക്കബ് കേരളത്തിലെ ജനങ്ങൾക്ക് 2020 അധികാരത്തിൽ വന്നാൽ ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞതിന് കേസ്. പിന്നെ എങ്ങനെ CPM-നെ ഇവിടെ ജനങ്ങൾ എതിർക്കാതിരിക്കും? സഖാവ് പിണറായി വിജയനും അതുപോലെ മുഖ്യമന്ത്രിക്കും അവർക്കുമെല്ലാം ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി മാറ്റി നിർത്താൻ പറ്റും. അതിനൊക്കെ ഒരു പരിധിയില്ലേ? ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം, ഒരു വികസനം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെ എതിർക്കുക. അതാണ് CPM-ന്റെ നയം എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും അത് നടപ്പിലാക്കിയാൽ, വളരെ വെല്ലുവിളികളും CPM-ന്റെ എതിർപ്പുകളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മറ്റാരെങ്കിലും അത് നടപ്പിലാക്കിയാൽ അത് നമ്മളാണ് ചെയ്തത് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. അതിനല്ലാതെ വേറെ എന്തിനാണ് ഈ പാർട്ടിക്ക് പറ്റുക?